എതിരഭിപ്രായം ഉന്നയിക്കപ്പെടുന്നു എന്ന് കാണുന്നിടത്ത് പിണറായി വിജയന്റെ റെസ്പോൺസ് ഒന്ന് വേറെയാണ്. കോന്നിയിലെ മണ്ഡലം കൺവെൻഷനിലെ ഉയർന്ന ചോദ്യത്തോട് വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ പാരലായി ഉമ്മൻചാണ്ടി മുമ്പ് ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കുന്നതിനോടുള്ള റിയാക്ഷൻ ഇന്ന് മീഡിയാസ് ചിലർ കാണിക്കുകയുണ്ടായി. കൈവിട്ടു പോകുന്ന വാക്കുകൾ പറഞ്ഞ നേതാക്കളെ എടുത്താൽ ഒരുപാട് പേരുണ്ട്. അത് CPM പ്രവർത്തകനാണ് എന്നോ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാമെന്നോ ഒന്നും ആയിരിക്കില്ല. ഒരുപക്ഷെ ആദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായൊരു തോന്നൽ. പിണറായി വിജയന്റെ വാക്കുകളിൽ ഒരു ഇൻറ്റൻഷൻ ഉണ്ട്. സമീപ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്ന്, അദ്ദേഹം മാധ്യമങ്ങൾക്ക് കൊടുത്ത അഭിമുഖത്തിൽ നടത്തിയ ഒരു പരാമർശം. രണ്ട്, അദ്ദേഹം LDFൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നടത്തിയ ഒരു പരാമർശം. ഇത് രണ്ടും വലിയ തോതിൽ വിമർശന വിധേയമാകുന്നുണ്ട്. ഒന്ന്, CPMൽ നിന്ന് അംഗത്വം പുതുക്കാതെ പുറത്തേക്കിറങ്ങി അമ്പലപ്പുഴയിൽ UDFൻ്റെ പിന്തുണയോടുകൂടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന G. സുധാകരൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്. G. സുധാകരൻ കാണിച്ചത് രാഷ്ട്രീയ ചെറ്റത്തരമാണ് എന്ന പ്രയോഗം പിണറായി വിജയൻ നടത്തുന്നു. അതിനുശേഷം അദ്ദേഹം ഇന്നലെ കോന്നിയിൽ LDF സ്ഥാനാർത്ഥി സിറ്റിംഗ് MLA ആയ KU ജനീഷ് കുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കെ അവിടെ സദസ്സിലുണ്ടായിരുന്ന ഒരാൾ ഒരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ പ്രസംഗത്തിനിടയിൽ ആ ചോദ്യം വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പിണറായി വിജയൻ ഉടൻ തന്നെ മറുപടി കൊടുത്തു. ഈ രണ്ട് പ്രയോഗങ്ങളും വലിയ തോതിൽ വിമർശന വിധേയമാകുന്നുണ്ട്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചുള്ള ചർച്ചകൾ കേരള രാഷ്ട്രീയത്തിലും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലും കുറേ കാലമായി ഉയർന്നു വരുന്നുണ്ട്. മുൻകാലത്തില്ലാത്ത വിധത്തിൽ. അത് പുതിയ ഉൾക്കൊള്ളലിൻ്റെ, പുതിയ ഉൾച്ചേരലിൻ്റെ ഒക്കെ തുടർച്ചയിലാണ് ഇത്തരം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മുൻകാലത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന പല പ്രയോഗങ്ങളും പുതിയ സാഹചര്യത്തിൽ, പുതിയ ഉൾക്കൊള്ളലിൻ്റെ സാഹചര്യത്തിൽ അത് ഉപയോഗിക്കാൻ കഴിയില്ല, ഉപയോഗിക്കാൻ പാടില്ല എന്ന തിരിച്ചറിവ് മലയാളികൾക്കും വ്യക്തികൾക്കും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതിൽ നിന്ന് മാറി പോകുന്നുണ്ടോ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ എന്ന ചർച്ചയാണ് പിണറായി വിജയൻ്റെ ഈ രണ്ട് പരാമർശങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ആദ്യമായിട്ടല്ല ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത്. അദ്ദേഹം മാത്രമല്ല ഇത്തരം പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കളൊക്കെ തന്നെ ഇത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഇത്തരം പരാമർശങ്ങൾ നടത്തിയിരിക്കുന്ന വ്യക്തികളിൽ ഒരാൾ ഇന്ന് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ സമരം നടക്കുമ്പോൾ പ്രക്ഷോഭകാരികളെ നിങ്ങൾക്ക് വസ്ത്രം നോക്കി തിരിച്ചറിയാൻ കഴിയും എന്ന പരാമർശം നടത്തിയത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം വിമർശിക്കപ്പെടുന്നതിനേക്കാൾ രൂക്ഷമായി ഇത്തരം പരാമർശങ്ങളുടെ പേരിൽ, ഒരുപക്ഷെ അതിനേക്കാൾ കുറഞ്ഞ ഗ്രാവിറ്റിയുള്ള പരാമർശങ്ങളുടെ പേരിൽ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ മുന്നണികളിലെ നേതാക്കൾ വിമർശിക്കപ്പെടുന്നുണ്ട് എന്ന വസ്തുതയും അവിടെ നിൽക്കുന്നുണ്ട്. അതൊക്കെ ഇരിക്കെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ തുടർഭരണം എന്ന ആത്മവിശ്വാസം മുഖ്യമന്ത്രി തന്നെ പ്രകടിപ്പിക്കുമ്പോൾ അദ്ദേഹം നടത്തുന്ന ഈ പരാമർശങ്ങൾ ഏത് വിധത്തിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് പരിശോധിക്കുകയാണ് നമ്മൾ. ബഷീർ, രണ്ട് പരാമർശങ്ങൾ. ഒന്ന്, രാഷ്ട്രീയ ചട്ടത്തരം എന്നുള്ള പരാമർശം. രണ്ട്, വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് അദ്ദേഹം ഒരു കൺവെൻഷനിടെ ഉയർന്നൊരു ചോദ്യത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി. ഇത് രണ്ടും ഏത് വിധത്തിൽ നമ്മൾ പരിഗണിക്കണം? രണ്ടും രണ്ടായി പരിഗണിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയ ചെറ്റത്തരം എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റുകൾ തീരുമാനിക്കേണ്ടതാണ്. ചെറ്റത്തരം എന്ന വാക്ക് പുതിയ കാലഘട്ടത്തിൽ പ്രയോഗിക്കുമ്പോൾ അത് ഒരു വ്യക്തിയെ ഡീഗ്രേഡ് ചെയ്യാനാണോ, അതല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഡീഗ്രേഡ് ചെയ്തതിൻ്റെ തുടർച്ചയാണോ? ഇതാണല്ലോ ചർച്ച. അതാണ് ചർച്ച. ചെറ്റ എന്നത് അധസ്ഥിത ജനവിഭാഗത്തിൻ്റെ താമസ സ്ഥലമായിരുന്നു, ചെറ്റക്കുടിലായിരുന്നു. അത്തരം അധസ്ഥിതാവസ്ഥയിൽ കഴിഞ്ഞ മനുഷ്യരെ ഒന്നാകെ എടുത്ത് ചെറ്റകൾ എന്ന് പറയുന്നത് പോലെ അതിൻ്റെ തുടർച്ചയിലാണോ ചെറ്റത്തരം എന്ന് പറയുന്നത്? അക്കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് രാഷ്ട്രീയ ചെറ്റത്തരം എന്നാണ് താൻ ഉപയോഗിച്ചത്. അതിനർത്ഥം നല്ല നടപടിയല്ല എന്ന അർത്ഥം മാത്രമേ അതിന് കൽപ്പിച്ചിട്ടുള്ളൂ എന്നാണ്. അക്കാര്യത്തിൽ പ്രായം ചെന്ന രാഷ്ട്രീയ നേതാക്കൾ, അതല്ലെങ്കിൽ ഈ പോസ്റ്റ് മോഡേൺ തിയറിയുമായി ഒന്നും അധികം പരിചയമില്ലാത്ത മനുഷ്യർ, സാധാരണ മനുഷ്യർക്കിടയിൽ ഉപയോഗത്തിലുള്ള വാക്ക് പ്രയോഗിച്ചു പോകുന്നതിനെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വെച്ച് അളക്കുക എന്ന് പറയുന്നതിനോട് എനിക്ക് അങ്ങനെയല്ല അത് തോന്നുന്നത്. ആളുകൾ അവരുടെ ഉദ്ദേശം എന്ത് എന്നതായിരിക്കണം അവിടെ അർത്ഥമാക്കേണ്ടത്. അതല്ലാതെ ചരിത്രപരമായ സാങ്കത്യമുണ്ട് അതിന്, അത് ജാതിപരമായ പരാമർശമാണ്, അതല്ലെങ്കിൽ സാമൂഹികമായി അധസ്ഥിതാവസ്ഥയിലുള്ള മനുഷ്യരോട് ഒന്നാകെയുള്ള പരാമർശമാണ് എന്നൊക്കെ പറയുന്നതിനോട് ഞാനതിനങ്ങനെയല്ല കാണുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതാക്കളെ എടുത്താൽ
നമ്മുടെ വളരെ കൊളോസൽ ഫിഗേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഐക്കോണിക്കായ രാഷ്ട്രീയ നേതാക്കൾ എന്ന് പറയുന്ന ആളുകൾ പല ഘട്ടങ്ങളിൽ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്ന് നമുക്ക് ഈ കാലത്ത് നിന്ന് വായിക്കാൻ പറ്റുന്ന പല തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി, പല ഒരുപാട് പരാമർശങ്ങൾ പരാമർശങ്ങൾ. കെ കരുണാകരൻ നടത്തിയിട്ടുണ്ട്, ഇ.കെ. നായനാർ ഇ കെ നടത്തിയിട്ടുണ്ട്, നായർ വി.എസ്. നടത്തിയിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. വി എസ് അച്യുതാനന്ദൻ നടത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും തന്നെ. അക്കൂട്ടത്തിൽ പിണറായി വിജയൻ അവരുടെ ഒരു അഗ്രഗാമിയാണ് എന്ന് പറയാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ പിണറായി ആപ്റ്റായ വാക്ക് ആ സമയത്തേക്ക് ഉപയോഗിക്കുന്നതിൽ കുറെ കൂടി മിടുക്കനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൈവിട്ടു പോകുന്ന വാക്കുകൾ പറഞ്ഞ നേതാക്കളെ എടുത്താൽ ഒരുപാട് പേരുണ്ട്. വി എസ് അച്യുതാനന്ദൻ ഒരിക്കൽ എ കെ ആൻ്റണിക്കെതിരെ അദ്ദേഹത്തിന് അണ്ടിക്കുറപ്പില്ല എന്ന് പറഞ്ഞു. അണ്ടിക്കുറപ്പ് എന്ന് കൊല്ലത്തുകാരൻ അല്ലെങ്കിൽ ആലപ്പുഴക്കാരനായ തെക്കൻ കേരളത്തിൽപ്പെട്ട വി എസ് അച്യുതാനന്ദൻ ഏതർത്ഥത്തിലും പറയാം. വളരെ പെട്ടെന്ന് അത് വിവാദമായി തീർന്നു. തൊട്ടടുത്ത് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ടെലിവിഷൻ ചാനലിലൊക്കെ ഇത് വലിയ വിഷയമായി തീർന്നു. ഇതൊരു ഒരു തരത്തിലും പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത സെൻറ്റൻസാണ് എന്ന വിമർശനം വന്നു. അദ്ദേഹം അടുത്ത മാധ്യമപ്രവർത്തകരെ അടുത്ത തവണ കണ്ടപ്പോൾ മൈക്ക് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതുവല്ല നട്ടെല്ലിനുറപ്പില്ല എന്നോ മറ്റോ വായിച്ചാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം കറക്റ്റ് ചെയ്തങ്ങ് പോയി. അത് 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 ഉൾക്കൊള്ളലിൻ്റെ പ്രശ്നമാണ്. പുതിയ വാക്കുകൾ, പുതിയ പ്രയോഗങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മുടെ നേതൃത്വം തയ്യാറാകുന്നു എന്നതിൻ്റെ ലക്ഷണം മാത്രമാണത്. അവരതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തില്ല. അമൂൽ ബേബി എന്ന് രാഹുൽ ഗാന്ധിയെ വിളിച്ച, അതുപോലെ ലതിക സുഭാഷിനെതിരെ വി എസ് അച്യുതാനന്ദൻ നടത്തിയ പരാമർശം, TJ ആഞ്ചലോസിനെതിരെ നടത്തിയ പരാമർശം, അതൊക്കെ ഇപ്പോൾ പിണറായിയുടെ വാക്കുകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ കടന്ന വാക്കുകളായിരുന്നു. പക്ഷേ പിണറായിക്കെതിരെ ഉയരുന്ന തരത്തിലുള്ള ഒരു വിമർശനമല്ല വി എസിനെതിരെ ഉയരുന്നത്. അതൊരു തമാശയായി, അദ്ദേഹത്തിൻ്റെ ശൈലിയായി, അദ്ദേഹത്തെ എതിരാളികളെ നേരിടുന്ന രീതിയായി ഒക്കെ കണ്ട് അങ്ങ് അതിനോട് ടോളറേറ്റ് ചെയ്തു പോവുകയാണ് കേരളം ചെയ്തത്. പിണറായിയുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. അങ്ങനെ സംഭവിക്കാത്തത് ജനങ്ങളുടെ കുറ്റമാണ് എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു തീവ്രത, അതിൻ്റെ ഒരു ഇൻറ്റൻഷൻ, അത് പരത്തുന്നൊരു എനർജി, അതൊരു നെഗറ്റിവിറ്റി, അത് അപ്പുറത്തുള്ള ആളോട് പിണറായി വിജയൻ കാണിക്കുന്നു എന്ന് പറയുന്ന ഒരു ശത്രുതാഭാവം, ഇതെല്ലാം കൂടി ചേർന്നാണ് പിണറായിക്കെതിരെ ഈ വിമർശനം വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെല്ലാ പ്രയോഗങ്ങളിലും ഉണ്ട്. ഇപ്പോൾ മത്തായി ചാക്കോ മരിച്ചതിന് ശേഷം ഒരു ബിഷപ്പിനെതിരെ നികൃഷ്ടജീവി എന്ന് പ്രയോഗിക്കുമ്പോൾ അത് പ്രയോഗിക്കാൻ തീരുമാനിച്ച് അത് പ്രയോഗിക്കേണ്ട അവസരം ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രയോഗിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. എം എ ബേബിക്കെതിരെ LDFിൽ നിന്ന് ഇറങ്ങി പോന്ന് UDFിൻ്റെ ഭാഗമായി പ്രേമേന്ദ്രൻ മത്സരിക്കുമ്പോൾ പ്രേമേന്ദ്രനെ വിശേഷിപ്പിക്കാൻ ആ വാക്ക് ഉപയോഗിക്കാൻ തീരുമാനിച്ച് പറയുന്നു എന്നേ നമുക്ക് തോന്നുള്ളൂ. TP ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ കുലംകുത്തി എന്ന് മുൻപും പിൻപും ഉപയോഗിക്കുമ്പോൾ, അതായത് TP ചന്ദ്രശേഖരൻ്റെ മരണത്തിന് ശേഷവും ഉപയോഗിക്കുമ്പോൾ കുലംകുത്തി തന്നെയാണ് എന്ന് പറയുമ്പോൾ അത് തീരുമാനിച്ച് പറയുന്നതാണ്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതങ്ങനെയാണ് പിണറായിയുടെ ഓരോ സ്റ്റേറ്റ്മെൻറ്റിലും. ഇപ്പോൾ മത്തായി ചാക്കോ മതവുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന ബിഷപ്പിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റോ മറ്റുമാണ് അദ്ദേഹത്തെ കൈക്കൊണ്ടിരുന്നു എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത്. അത് അദ്ദേഹം ഒരു കാലത്തും തിരുത്താൻ തയ്യാറായില്ല. കുലംകുത്തികൾ, TP ചന്ദ്രശേഖരൻ അത്ര ക്രൂരമായി വധിക്കപ്പെട്ടതിന് ശേഷവും അദ്ദേഹം കുലംകുത്തികൾ തന്നെയാണ് എന്നാണ് പറഞ്ഞത്. അതുപോലെ അത് ബോഡി വേസ്റ്റ് അല്ലേ എന്ന് കാന്തപുരത്ത് നോക്കി പറഞ്ഞത് പിന്നീട് ഒരു ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകർ തിരുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് തന്നെയാണ്, ബോഡി വേസ്റ്റ് തന്നെയാണ് എന്നാണ് പറഞ്ഞത്. ഈ തരത്തിൽ അദ്ദേഹം തിരുത്താൻ തയ്യാറാകുന്നില്ല എന്നതിൽ നിന്ന് ഇൻറ്റൻഷനലായി തന്നെ അങ്ങനെ ഡിഗ്രേഡ് ചെയ്യാൻ തന്നെ പറയുന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിൻ്റെ പൊളിറ്റിക്കൽ ഫോളോ ഔട്ട് വളരെ വലുതായിരുന്നു. ബേബിയുടെ പരാജയത്തിന് പോലും പരനാറി പ്രയോഗം കാരണമായി എന്നാണ് അതർവൈസ് ബേബി അവിടെ ജയിച്ച് പോകേണ്ടതായിരുന്നു. പക്ഷേ MP അദ്ദേഹത്തിൻ്റെ എതിരാളി പ്രേമചന്ദ്രനെ നോക്കി ഈ പരനാറി പ്രയോഗം നടത്തിയതിന് തൊട്ട് പിറകെ ബേബി അതിൻ്റെ ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായത് പോലും ഇതിൻ്റെ തുടർച്ചയാണെന്ന് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. പിണറായി വിജയൻ്റെ വാക്കുകളിൽ ഒരു ഇൻറ്റൻഷനുണ്ട്. വളരെ ഇൻറ്റൻഷനലായി തന്നെയാണ് അദ്ദേഹം അത് പറയുന്നത്. ഇതിപ്പോൾ പുതിയ കാര്യമല്ല. പിണറായി വിജയൻ 60-ാം വയസ്സിൽ നിൽക്കുമ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. 82 വയസ്സായി, 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നു, ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. ഇതിനൊക്കെ ഇടയിൽ അദ്ദേഹം നടത്തുന്ന ഒരു പ്രയോഗത്തെ ചൊല്ലി, ഒരു വാക്കിനെ ചൊല്ലി ഒന്നും നമ്മളങ്ങനെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ റദ്ദാക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് റദ്ദാക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോഴേ, ഇപ്പോൾ ഇതിനെതിരായിട്ടുള്ള ഒരു ഇമോഷൻ ഇടതുപക്ഷത്തു നിന്ന് പൊതുവിൽ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ
നിയമസഭയിൽ MP രാജേഷ് സ്പീക്കറായിരിക്കെ നിയമസഭയിൽ MM മണി KK രമയെക്കുറിച്ച് പറയുന്നു, ആ മഹതി ഒരു വിധവയാണല്ലോ, അതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലല്ലോ എന്ന പരാമർശം നടന്നു. ഏതാണ്ട് ഇതുപോലെയാണ് ആ പരാമർശം. അത് വലിയ തോതിൽ വിമർശിക്കപ്പെടുമ്പോൾ അന്ന് സ്പീക്കറായിരുന്ന MP രാജേഷ് വളരെ കൃത്യമായിട്ടുള്ളൊരു റൂളിംഗ് കൊടുക്കുന്നുണ്ട്. അത്തരം പരാമർശങ്ങൾ പാർലമെൻറ്റിൽ അല്ലെങ്കിൽ നിയമസഭയിൽ നടത്താൻ പാടുള്ളതല്ല. അത് പുതിയ കാലത്തിനനുസരിച്ചുള്ള ഒരു പ്രയോഗങ്ങളല്ല. പുതിയ കാലം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചുള്ള ഒരു സൂചന MP രാജേഷ് കൊടുത്തു. അത് വലിയ തോതിൽ എന്താ പറയുക പ്രകീർത്തിക്കപ്പെട്ടതാണ്. MP രാജേഷ് സ്പീക്കർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പദവിയിലിരുന്നുകൊണ്ട് വളരെ ഉയർന്ന ഒരു ചിന്താഗതിയോടുകൂടെ പ്രതികരിച്ചു എന്നുള്ള രീതിയിൽ പ്രകീർത്തിക്കപ്പെട്ടിട്ടുണ്ട്. തിരിച്ചിപ്പുറത്ത് പിണറായി വിജയനെ അദ്ദേഹത്തിൻ്റെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ച അവസരങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മുൻ KPCC പ്രസിഡൻ്റായിരുന്ന K സുധാകരൻ പോലും അതിന് തയ്യാറായ കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് അതിനെതിരെ വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു ഭാഗത്തുണ്ടാകുന്നു, അതായത് അത് ശരിയല്ല എന്ന തോട്ട് പ്രോസസ്സ് അവിടെ നിലനിൽക്കെ തന്നെയാണ് ഇപ്പുറത്ത് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ ഒരു ഭാഗം പറയുമ്പോൾ അത് തെറ്റും, മറുഭാഗം പറയുമ്പോൾ അത് ന്യായീകരിക്കപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ടല്ലോ. അവിടെയാണല്ലോ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ മാത്രമല്ല, പിണറായി വിജയനെ പോലൊരു നേതാവ് ഇപ്പോൾ നമുക്ക് നൽകിയ അഭിമുഖത്തിൽ പോലും അദ്ദേഹം പുതിയ കാലത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, പുതിയ യുവതയുടെ ആവശ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അവരുടെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ കാലത്തെക്കുറിച്ചും പുതിയ കാലത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന ഉണ്ടാകേണ്ട വളർച്ചയെക്കുറിച്ചും ഒക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതേക്കുറിച്ചൊക്കെ അറിയാവുന്ന വ്യക്തികൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നതാണോ, അതോ അവർ കാലങ്ങളായി ശീലിച്ചു വന്ന ഒരു സംഗതിയുടെ തുടർച്ച ഇപ്പോഴും അവരിൽ ശേഷിക്കുന്നതാണോ? ഇതില് വാക്കുകളെ വേറെയും അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകളെ വേറെയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വരുന്ന ചില റെസ്പോൺസസ് ഉണ്ടല്ലോ, ചില പ്രതികരണങ്ങൾ. അതായത് ഇപ്പോൾ മൈക്ക് നന്നാക്കാൻ വരുന്ന ആളോട് കാണിക്കുന്ന പ്രതികരണം, ഈ കോളർ ID മീൻസ് നമ്മളുടെ ലേപ്പൽ കണക്ട് ചെയ്യാൻ വരുന്ന ക്യാമറമാനോട് കാണിക്കുന്ന പ്രതികരണം, ഒരു ഹാളിലിരുന്ന് ഒരു ചോദ്യം ചോദിക്കുന്ന ഒരാളോടുള്ള റെസ്പോൺസ്, അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു ചടങ്ങിലേക്ക്, ഒരു സ്വകാര്യ ചടങ്ങ് അല്ല, ഒരു ഒഫീഷ്യൽസിൻ്റെ ഒരു മീറ്റിംഗ്, ആ മീറ്റിങ്ങിനകത്തേക്ക് മാധ്യമപ്രവർത്തകർ കടന്നു ചെല്ലുമ്പോൾ കടക്ക് പുറത്ത് എന്ന് പറയുന്നത്, ഇത് വേറെയാണ്. അദ്ദേഹത്തിന് അനിഷ്ടകരമായ കാര്യങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ റെസ്പോൺസസ് വേറെയാണ്, വാക്കുകൾ വേറെയാണ്. വാക്കുകൾ നമുക്ക് വേണമെങ്കിൽ പൊതുവായി രാഷ്ട്രീയ നേതാക്കളുടെ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത വാക്കുകൾ എന്ന മട്ടിൽ നമുക്കത് ചർച്ച ചെയ്യാം. പക്ഷേ രാജേഷ് അതിനെ തിരുത്തുന്നു എന്ന് പറയുന്നത്, രാജേഷ് പുതിയ തലമുറയിലെ രാഷ്ട്രീയ പ്രവർത്തകനാണ്, പുതിയ കാലത്തിൻ്റെ പ്രതിനിധിയാണ്. അദ്ദേഹത്തിന് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അറിയാം. ഇപ്പോൾ VD സതീശൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ നേരത്തെ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത സെൻറ്റൻസുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ VD സതീശൻ പുതുതായി അങ്ങനെ പ്രയോഗിക്കുന്നത് നമുക്ക് കാണില്ല. VD സതീശൻ അക്കാര്യത്തിൽ കുറെ കൂടി അവെയറായി കഴിഞ്ഞ ഒരു നേതാവാണ്, അല്ലെങ്കിൽ കുറെ കൂടി ശ്രദ്ധ പുലർത്തുന്ന നേതാവാണ്. ആ രീതിയിലുള്ള വായനയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ അദ്ദേഹം മാറി മറിഞ്ഞൊരു നേതാവാണ്. രാജേഷിനെ പോലുള്ള ആളുകൾ പുതിയ കാലത്ത് തന്നെ രൂപപ്പെട്ടു വരുന്ന നേതാക്കളാണ്. അവർക്കൊരു കാരണവശാലും ഇത്തരത്തിലുള്ള പിഴവുകൾ സംഭവിക്കുന്നില്ല. എന്നാൽ മുതിർന്ന നേതാക്കൾക്ക് അവരുടെ കാലം മറ്റൊന്നായിരുന്നു. ആ കാലത്ത് രൂപം കൊണ്ട നേതാക്കൾക്ക് ഇത്തരത്തിൽ ഭാഷാപരമായ നിഷ്ഠ പുലർത്തണം എന്ന് നമ്മൾ ചരിത്രത്തിൻ്റെ ഈ ഘട്ടത്തിൽ നിന്ന് വാശി പിടിക്കുന്നതിൽ കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വാക്കുകളെ വേറെയും പ്രതികരണങ്ങളെ മറ്റൊന്നായും കാണണം. പ്രതികരണങ്ങളുടെ കാര്യത്തിൽ പിണറായി വിജയൻ അദ്ദേഹത്തോട് അനിഷ്ടകരമായ കാര്യങ്ങൾ ആരെങ്കിലും സംസാരിക്കുമ്പോൾ, അദ്ദേഹത്തിന് തൃപ്തി തോന്നാത്ത കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്നത് കാണുമ്പോൾ പെട്ടെന്നുള്ള പ്രതികരണം എന്നത്, അത് ഈ പ്രായത്തിൽ 82 വയസ്സായ ഒരാളിൽ നിന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ നിങ്ങൾ പെരുമാറണം എന്ന് നിഷ്കർഷിക്കാനൊന്നും കഴിയില്ല. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്ന് പൊതുവായി ഈ പ്രായത്തിലും ഉമ്മൻചാണ്ടിയെ പോലുള്ള ആൾ മറ്റൊരു രീതിയിലാണ് അതിനോട് പെരുമാറുക. അതിനോട് കുറച്ചുകൂടി ഒരു സഹിഷ്ണുത, അല്ലെങ്കിൽ കുറെ കൂടി അതെന്താണെന്ന് അതിനോടൊരു ദേഷ്യപ്പെട്ടല്ല അവർ പ്രതികരിക്കുന്നത്. അതിൽ ഈ രണ്ട് ക്യാരക്ടേഴ്സിന് ഇപ്പോൾ ഈ ഉമ്മൻചാണ്ടിയുടെ പഴയൊരു പ്രസംഗം ഇന്നിപ്പോൾ ഈ കോന്നിയിലെ മണ്ഡലം കൺവെൻഷനിലെ ഉയർന്ന ചോദ്യത്തോട് വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ, പാരലായി ഉമ്മൻചാണ്ടി മുമ്പ് ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കുന്നതിനോടുള്ള റിയാക്ഷൻ ഇന്ന് മീഡിയാസ് ചിലർ കാണിക്കുകയുണ്ടായി. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് പൊളിറ്റീഷ്യൻസ് ആണ്, അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉമ്മൻചാണ്ടി എല്ലായ്പ്പോഴും വലിയ ആൾക്കൂട്ടത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ കാറിൽ
അദ്ദേഹത്തിന് ഇരിക്കാൻ സ്ഥലം നേരെ വളരെ ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ആണ്. characters ആണ്. വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഉമ്മൻചാണ്ടിക്ക് ലിഫ്റ്റിൽ കയറുന്നത് പേടിയായിരുന്നു, അത്ര ഒറ്റയ്ക്ക് ലിഫ്റ്റിൽ കയറുന്നത്. ജനക്കൂട്ടത്തിന് നടുവിലല്ലാതെ, ചുറ്റും ആളുള്ളപ്പോഴല്ലാതെ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നിട്ടില്ല എന്നാണ്. എന്നാൽ എല്ലാവരും അങ്ങനെ ആകണം എന്ന് നമുക്ക് എല്ലാവരും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഓരോരുത്തർക്കും ഓരോ പറഞ്ഞത്. രീതിയുണ്ട്. അത് ഉമ്മൻചാണ്ടി റിയാക്ട് ചെയ്യുന്ന പോലെ ആകണമെന്നില്ല പിണറായി വിജയൻ റിയാക്ട് ചെയ്യുന്നത്. മാത്രമല്ല ഇപ്പോൾ ഇന്നലെ ആ കൺവെൻഷനിലുണ്ടായത്, ഇപ്പോൾ ബഷീർ പറഞ്ഞ ഈ ഒരു ഇൻസിഡൻറ്റിനോട് റിയാക്ട് ചെയ്യുക എന്ന് പറയുന്നത്, ഇന്നലെ ഇപ്പോൾ ആ കൺവെൻഷൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ രീതിയിൽ ആ പ്രസംഗം മുൻപോട്ട് കൊണ്ടുപോകുന്നു. അദ്ദേഹം കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നു. കേരളത്തെ കേന്ദ്രം ശ്വാസം മുട്ടിക്കുന്നതിനെക്കുറിച്ച്, സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു. കൂടുതൽ കേരളത്തിൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കണമെങ്കിൽ കൂടുതൽ പണം കണ്ടെത്തേണ്ടതുണ്ട് എന്ന് പറയുന്നു. ആ പോയിന്റ് അദ്ദേഹം സംസാരിച്ച് വരുന്നതിനിടയിലാണ് ഒരു ചോദ്യം വരുന്നത്. സ്വാഭാവികമായും ചോദ്യത്തിനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ഒരു ചോദ്യമുണ്ട് എന്നൊരാൾ സദസ്സിലിരുന്ന് പറയുന്നത്, അത് CPM പ്രവർത്തകനാണ് എന്നോ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാമെന്നോ ഒന്നും ആയിരിക്കില്ല. ഒരുപക്ഷെ ആദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായൊരു തോന്നൽ, ഇത് ഈ സമ്മേളനം അലങ്കോലപ്പെടുത്താൻ വേറെ ആരോ കടന്നു വന്നിരിക്കുന്നു, അയാൾ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ എൻ്റെ പോയിന്റ് ഞാൻ പറയുന്നതിനിടെ എണീറ്റ് നിന്ന് അത് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നൊരു തോന്നലായിരിക്കാം ഇത് വളരെ അതൊരു അദ്ദേഹത്തിൻ്റെ മറ്റു ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. രാജീവ് കോട്ടയം സമ്മേളനം റിപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. അദ്ദേഹം VS മുഖ്യമന്ത്രി, അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ കോട്ടയം സമ്മേളനത്തിൽ ഉഷാവുദ്ദീപിന്റെ ഗാനം, അതിൻ്റെ സംഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് വിഭാഗീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു. അതായത് VS അച്യുതാനന്ദൻ വളരെ വൈകിയാണ് നാട്ടകം ഗസ്റ്റ് ഹൗസിൽ നിന്ന് സമ്മേളന നഗരിയിലേക്ക് വരുന്നത്. VS കടന്നു വരുമ്പോൾ മുദ്രാവാക്യം വിളിക്കാൻ ചട്ടം കെട്ടിയിട്ടുണ്ട്. ഉയർന്ന വലിയ നീളമുള്ള പതാക ഉപയോഗിച്ച് അത് പിടിച്ചു വരുന്ന ആളുകളാണ് ഈ മുദ്രാവാക്യം വിളിക്കുന്നത്. അവിടെ VSൻ്റെ ഫ്ലക്സും ഫോട്ടോയും പതിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ വളരെ നീളത്തിലുള്ള പതാകയുമായി ചില ആളുകൾ സമ്മേളന ജനക്കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് മുന്നോട്ട് വന്ന് അവർ വലിയ തോതിൽ മുദ്രാവാക്യം വിളിക്കുന്നു. VS കടന്നു വരുന്നു. ഈ മുദ്രാവാക്യം വിളിയുടെ പാരമ്യത്തിലാണ് പിണറായി വിജയൻ പൊട്ടിത്തെറിക്കുന്നത്. ഉഷാവുദ്ദീപിൻ്റെ കച്ചേരിയല്ല ഇത് എന്ന മട്ടിൽ. ഇത് ആ അച്ചടക്ക ലംഘനത്തോടുള്ള ഒരു റെസ്പോൺസാണ്. ഒരു സമ്മേളനം അലമ്പാക്കാൻ വന്നിരിക്കുകയാണ് ഇവർ എന്ന ധാരണയിൽ വളരെ പെട്ടെന്ന് അബ്രപ്റ്റായി അദ്ദേഹം സമ്മേളന നടപടി നിർത്തിവെക്കാൻ. ഇനി അങ്ങോട്ട് ഒരുപാട് പരിപാടികൾ സമ്മേളന നടപടിയിൽ തുടർച്ചയായി അതിനെ തുടർന്ന് വരാനുണ്ട്. പക്ഷേ സമ്മേളന നടപടികൾ ഒന്നാകെ നിർത്തിവെച്ചുകൊണ്ടാണ് പിണറായി വിജയൻ അതിനോട് റെസ്പോണ്ട് ചെയ്തത്. ഇതേ കാര്യമാണ് നമ്മൾ ശംഖുമുഖത്തും കണ്ടത്. ശംഖുമുഖത്തും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. VSന് അന്ന് വലിയ കയ്യടി കിട്ടുന്നു എന്ന ഘട്ടം എത്തുമ്പോഴാണ് ഇദ്ദേഹത്തിന് അതിനോട് അത് പാർട്ടിക്കകത്തെ അച്ചടക്ക ലംഘനമായോ, ആ നേരത്തെ രാജീവ് പറഞ്ഞ പോലെ ആ ഫംഗ്ഷനെ അലങ്കോലമാക്കാൻ നടക്കുന്ന ശ്രമങ്ങളായോ ആണ് അദ്ദേഹം കാണുന്നത്. ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നു, അതല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്നു, മീൻസ് എതിരഭിപ്രായം ഉന്നയിക്കപ്പെടുന്നു എന്ന് കാണുന്നിടത്ത് പിണറായി വിജയൻ്റെ റെസ്പോൺസ് ഒന്ന് വേറെയാണ്. ഞാൻ പറഞ്ഞത് അദ്ദേഹം ഇൻറ്റൻഷനലായി പറയുന്ന വാക്കുകളെ വേറെയും എതിരഭിപ്രായങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളെ വേറെയും കാണണം എന്നാണ്. എനിക്ക് രണ്ടാമത്തതിനോടാണ് എനിക്ക് ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്നതല്ലല്ലോ എന്ന് തോന്നാറുള്ളത്. മറ്റത് നമ്മുടെ മുതിർന്ന നേതാക്കൾക്ക് നമ്മൾ അനുവദിച്ചു കൊടുക്കേണ്ട ഒരു സ്വാതന്ത്ര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തേലാണ് എനിക്കും കുറച്ചൊരു അസ്വാഭാവികത തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ദീർഘകാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ്. വളരെ ചെറിയ പ്രായത്തിൽ നിയമസഭാംഗമായതാണ്. പിന്നീട് ദീർഘകാലം പാർട്ടി സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ 10 വർഷമായി മുഖ്യമന്ത്രിയാണ്. ഇനിയും അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കുന്നു. സ്വാഭാവികമായും പലതരം മനുഷ്യരുമായിട്ട് ഈ കാലയളവിനിടയിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടാവും. പാർട്ടി പ്രവർത്തകരുമായിട്ടും പാർട്ടിക്ക് പുറത്തുള്ളവരുമായിട്ടും വ്യവസായികളുമായിട്ടും അങ്ങനെ കേരളത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള മനുഷ്യരുമായിട്ട് അദ്ദേഹം ഇടപഴകിയിട്ടുണ്ടാവും. അങ്ങനെ ഇടപഴകിയ ഒരു മനുഷ്യൻ എന്തുകൊണ്ടാണ് ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോൾ പോലും വളരെ വളരെ പെട്ടെന്ന് ഇന്നലത്തെ ആ മീറ്റിംഗ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു റിയാക്ഷൻ അവിടെ നിന്ന് വരുന്നു. ഒരു ചോദ്യമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, ഒരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് പറയുന്നതിൻ്റെ അടുത്ത സെക്കൻഡിൽ ഈ മറുപടി വരികയാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്ന മറുപടി വരികയാണ്. അതിനൊരു കാലതാമസവുമില്ല. അത്ര ക്യുക്കായിട്ടാണ് ആ റിയാക്ഷൻ വരുന്നത്. അപ്പോൾ വെച്ചാൽ പല തരത്തിലുള്ള പല ലെവലിലുള്ള മനുഷ്യരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് മുൻപോട്ട് വന്ന ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ ചെറിയൊരു അലോസരം പോലും എന്തുകൊണ്ടാണ് ഈ പ്രായത്തിലും ഉൾക്കൊള്ളാൻ കഴിയാത്തത് എന്നുള്ളതൊരു കൗതുകം ഉണർത്തുന്ന കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, അതിനുള്ള മറുപടിയിലും ഒരു പ്രശ്നമുണ്ട്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് അദ്ദേഹം പറയുമ്പോൾ
അദ്ദേഹം ഒരു പബ്ലിക് മീറ്റിങ്ങിലാണ് ഇരിക്കുന്നത്. അതും LDFൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ്. അവിടെ ഒരാൾ ചോദിക്കുമ്പോൾ അത് നിങ്ങളുടെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്നതിലൊരു അനൗചിത്യം ഉണ്ടല്ലോ. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് LDFൻ്റെ നായകനായി ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ മുന്നിട്ടിറങ്ങി നിൽക്കുന്നത്. അത്തരം ഒരാളോടാണ് ചോദിക്കുന്നത്. അതിനുള്ളൊരു മറുപടി നിങ്ങൾ വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് പറയുന്നുള്ളൊരു അനൗചിത്യം. ആ ഒരു സ്റ്റാച്ചറിലുള്ള നേതാവിന് ചേർന്നതല്ല അത്. അത് വളരെ താഴെ തട്ടിലുള്ള നേതാക്കൾ മാത്രം പറയുന്ന ഉചിതമല്ലാത്തൊരു ഒരു പ്രയോഗമാണ്, ഒരു റെസ്പോൺസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രായം, പിന്നെ അദ്ദേഹം ഈ പ്രായത്തിലും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ശ്രമം. കാരണം ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് യാത്ര ചെയ്ത് പത്തനംതിട്ടയിൽ വരുന്നു. പത്തനംതിട്ടയിലെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ മണ്ഡലം കൺവെൻഷനിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. രണ്ടാമത്തെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെതായ പ്രയാസങ്ങളുണ്ടാവും. പിന്നെ ഈ മണ്ഡലം കൺവെൻഷനിടയ്ക്ക് മറ്റ് പല മീറ്റിങ്ങുകളിലും സ്വാഭാവികമായിട്ടും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടാവും. പലതരം പ്രശ്നങ്ങളിലൂടെ അദ്ദേഹത്തിന് ഒന്നിലധികം ശാരീരിക അസ്വസ്ഥതകളുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തുടർച്ചയിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഡിസ്ട്രാക്റ്റഡ് ആവുന്നു എന്നുള്ള ഒരു ഇറിറ്റേഷൻ അവിടെ ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും അതിനോട് വരുന്നൊരു പ്രതികരണത്തിൻ്റെ അനൗചിത്യം ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നെനിക്ക് തോന്നുന്നു. അതും ഒരു ഇലക്ഷനിയറിങ്ങിൻ്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ. ഇനി ആകെ 2 ആഴ്ചയില്ല. ഞാൻ ചോദിക്കുന്നത്, അതെല്ലാം ക്ഷമിച്ചു കൊടുക്കപ്പെടാവുന്ന തരത്തിലാവേണ്ടതില്ലേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്നതാണ്. ഇത്തരമൊരു പ്രതികരണത്തെ വെച്ച്, ഇത്തരമൊരു വാക്കിനെ വെച്ച്, ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിനോടുള്ള റെസ്പോൺസിന് അതിനെ മുൻനിർത്തി അല്ലല്ലോ നമ്മൾ അവരുടെ രാഷ്ട്രീയത്തെ കാണേണ്ടത്. രാഷ്ട്രീയത്തെ നമ്മൾ വേറിട്ട് തന്നെ കാണണം. അതിൽ സംശയമൊന്നുമില്ല, അതിൽ യാതൊരു തർക്കവുമില്ല. അതൊന്നും അല്ല യഥാർത്ഥത്തിലുള്ള കേരളത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. അതൊന്നുമല്ല യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്. ഈ ശരിക്കുള്ള പ്രശ്നങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പറയുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെ മുൻനിർത്തി അതിനെ വലിയ പ്രശ്നങ്ങളാക്കി അവതരിപ്പിക്കുക എന്ന് പറയുന്നൊരു പണിയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല പ്രശ്നങ്ങളിൽ നിന്നും പലർക്കും ഒളിച്ചോടാൻ പാകത്തിൽ പിണറായി വിജയൻ്റെ 2 വാക്കുകൾ മുമ്പിലേക്ക് എടുത്തു വയ്ക്കപ്പെടുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഈ 2 പ്രശ്നങ്ങളിലും ബഷീർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കെ കരുണാകരനെയോ ഇ കെ നായനാരുടെ ഒരു പരാമർശം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ ബലാത്സംഗമൊക്കെ ചായ കുടിക്കുന്ന പോലെയാണല്ലോ എന്ന് അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. അതും ഇവിടെ ഒരു വലിയ ഇതുമായി റിലേറ്റ് ചെയ്തൊരു വലിയ സംഭവം കേരളത്തിൽ ഡിസ്കസ് ചെയ്യപ്പെടുമ്പോഴാണ് ഇ കെ നായനാരുടെ ആ പ്രസ്താവന വരുന്നത്. ഇന്നാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക, അത് ഏത് വിധത്തിലായിരിക്കും അതിൻ്റെ ഒരു ഡയമെൻഷൻ പോവുക എന്നുള്ളത്. പക്ഷേ അത് അന്നൊരു ഡിസ്കഷൻ പോയിന്റ് ആയിരുന്നു. ഇന്നാണെങ്കിലും അത് നായനാരുടെ വാക്കുകളിലൂടെ വരുമ്പോൾ ആ വിധത്തിൽ പോകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ VSൻ്റെ അടുത്ത് നിന്നോ നായനാരുടെ അടുത്ത് നിന്നോ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ എന്നത് വർക്ക് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അത് പിണറായിയുടെ മേലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അത് മറ്റാരുടെയും കുഴപ്പമല്ല, അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയിൽ അതില്ല എന്ന് തോന്നുന്നു. വളരെ റിജിഡായിട്ടുള്ള, നമ്മളിപ്പോൾ മോഹൻലാലിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കണ്ടല്ലോ. മോഹൻലാൽ കേരളത്തിൻ്റെ വളരെ ഒരു മഹാനായ നടൻ. ഒരു വളരെ ലൈറ്റായ കൺവെർസേഷന് വേണ്ടിയാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. പക്ഷെ അത് കണ്ടക്ട് ചെയ്യാൻ പിണറായിക്ക് പറ്റുന്നില്ല, ലൈറ്റാവാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് ഒരു കാരണവശാലും ഒരു ലൈറ്റ് ഹാർട്ടഡായിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അമ്മയെക്കുറിച്ച് പറയുമ്പോഴും കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുമ്പോഴും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് അല്ലെങ്കിൽ ദീർഘകാലം പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഒരാളുടെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം അതിനോട് വാക്കുകൾ മൃദുവാക്കുക എന്നത് എന്തോ തന്നെ എന്നൊരു തോന്നലിൽ നിൽക്കുന്ന പോലെ റിജിഡിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ. പക്ഷെ അത് നമുക്കിനി തിരുത്താനുള്ളതല്ല. അതും കൂടി ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നത് മാത്രമേ ഈ നേതാക്കളുടെ കാര്യത്തിൽ നമുക്ക് സാധ്യമാവുള്ളൂ, അത്രേ സാധ്യമാവുള്ളൂ. പക്ഷെ അതുപോലെ തന്നെ ഇതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ ഇതാണ് ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധം, അസംബന്ധമാണ് അതൊക്കെ. അങ്ങനെ പറയുന്നത് അസംബന്ധമാണ്. അതൊരു കഥയില്ലാത്തതോ അസംബന്ധമായ കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ ഒരുപാട് വിഷയങ്ങൾ കേരളത്തിന് ചർച്ച ചെയ്യാനുണ്ട്. നിരവധിയായ വിഷയങ്ങളുണ്ട്. വിലക്കയറ്റമുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്, പുതിയ അവസരങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട്. ഈ LDF സർക്കാർ പറയുന്നത് പോലെ, ഇപ്പോൾ നമ്മളോട് സംസാരിച്ചപ്പോൾ പോലും മുഖ്യമന്ത്രി പറയുന്നുണ്ട്, ഉന്നത വിദ്യാഭ്യാസ രംഗമായിരുന്നു കഴിഞ്ഞ 5 വർഷമായി LDF സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയിൽ ഒന്ന് എന്ന് പറയുന്നുണ്ട്.
അത് വേണ്ട വിധം മുന്നോട്ട് പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കപ്പെടേണ്ട ഒരു ഘട്ടമാണ്. അതുപോലെ ആരോഗ്യ മേഖലയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഓഫ് ലേറ്റ് ആരോഗ്യ മേഖലയെക്കുറിച്ച് ഒരുപാട് പരാതികൾ മുമ്പോട്ട് വരുന്നൊരു കാലമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യേണ്ട സ്ഥലത്ത് ഈ രണ്ട് വാക്കുകളിലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണത്തിലോ ഊന്നി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയം എന്നുള്ള മട്ടിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു അസംബന്ധമാണ്. ഒരുപക്ഷെ അദ്ദേഹം ഈ യോഗത്തിൽ നിന്ന് ചോദ്യം ഉണ്ട് എന്ന് പറഞ്ഞ വ്യക്തി തന്നെ വിമർശിക്കാൻ വരുന്നതായിരിക്കും, തനിക്കെതിരെ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വരുന്നതായിരിക്കും എന്ന് ചിന്തിക്കുന്നുണ്ടാകണം. അങ്ങനെ ഒരു മനസ്സ് പിണറായി വിജയന് സദാസമയവുമുണ്ട് എന്നൊരു തോന്നൽ എനിക്കുണ്ട്. തൻ്റെ മുന്നിലുള്ള ആളുകൾ തന്നെ വിമർശിക്കാൻ നിൽക്കുകയാണ് എന്ന ഒരു മനസ്സ്, പ്രത്യേകിച്ചും വാർത്താ സമ്മേളനങ്ങളിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് അദ്ദേഹം നിന്ന് സംസാരിക്കാറ്. ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡിന് ഒരു കാരണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 1998 അദ്ദേഹം CPM സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം ഒരു ചെറിയ ഹണിമൂൺ പീരീഡ് കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങോട്ട് നിരന്തരം പ്രതിസ്ഥാനത്ത് മാത്രം നിൽക്കപ്പെട്ട ഒരാൾ എന്നൊരു പ്രതീതി അദ്ദേഹത്തിൻ്റെ മേലുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതിന് പല കാരണങ്ങളുണ്ടാവാം. പാർട്ടിയിലെ CPM ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടാവാം. ഒരു ഭാഗത്ത് VS മറുഭാഗത്ത് പിണറായിയും എന്ന രണ്ട് ദ്വന്ദ്വങ്ങൾ അപ്പുറവും ഇപ്പുറവും നിന്ന് മല്ലടിച്ചതിൻ്റെ പരിസരമുണ്ടാകാം. ആ മല്ലടിക്കലിനിടയിൽ ഒരാളെ വില്ലനായി ചിത്രീകരിക്കാൻ പാകത്തിൽ വിവരങ്ങൾ ചോർത്തപ്പെട്ടതിൻ്റെ പ്രശ്നങ്ങളുണ്ടാകാം. മുഖ്യമന്ത്രിയായി അദ്ദേഹം വന്നതിന് ശേഷം ഒരു പക്ഷേ ഒരു 2 പ്രളയകാലത്തോ കോവിഡിലോ അപ്പുറം, ആ കോവിഡ് കാലത്തോ അപ്പുറം ആ ഒരു പീരീഡ് ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ വിമർശനങ്ങൾ അദ്ദേഹം കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ 2ാം ഘട്ടത്തിൽ വലിയ വിമർശനങ്ങൾ കുറേ കൂടെ അദ്ദേഹം കേട്ടിട്ടുണ്ട്. 1ാം ഘട്ടത്തിൻ്റെ അവസാന ഘട്ടത്തിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നിരന്തരം വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാലത്തും എന്നെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തുന്നു എന്ന തോന്നൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടാവാം. അതിൻ്റെ കൂടെ ഭാഗമായിട്ടാവാം അദ്ദേഹം ഇപ്പോൾ ഒരാൾ എഴുന്നേറ്റൊരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ബഷീർ പറഞ്ഞ പോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞതിനെ ഖണ്ഡിക്കാനോ എന്നെ വിമർശിക്കാനോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ നിസ്സാരവൽക്കരിക്കാനോ ഉള്ളൊരു ചോദ്യമായിരിക്കാം എന്ന ഒരു തോന്നലിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടാവുക എന്നെനിക്ക് തോന്നുന്നു. അത് സ്വാഭാവികവുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു 1/4 നൂറ്റാണ്ട് കാലമായി പ്രതിസ്ഥാനത്ത് നിർത്തപ്പെടുന്നു എന്ന തോന്നലുള്ളൊരു മനുഷ്യൻ 1/4 നൂറ്റാണ്ട് കാലത്തിനപ്പുറം ഈ അധികാര സ്ഥാനത്ത് മാത്രം ഇരുന്ന ഒരാൾ എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. അതായത് തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്ത പൊസിഷനിലാണ് അദ്ദേഹം ഇരുന്നത്. പാർട്ടി സെക്രട്ടറി ആയിരുന്നു, മുഖ്യമന്ത്രി ആയിരുന്നു. അതുകൊണ്ടുകൂടിയാവാം ഒരുപക്ഷെ, അതുകൊണ്ടുകൂടിയാകും അധികാരം എന്നത് ചുറ്റും അധികാരം കൊല്ലങ്ങളോളം ഏതാണ്ട് 1/4 നൂറ്റാണ്ടിന് മേലെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു പക്ഷേ എതിരഭിപ്രായങ്ങൾ ഒട്ടും കേൾക്കുന്നു. 1/4 നൂറ്റാണ്ടല്ല, ഏതാണ്ട് 3 ദശകം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. കാരണം 96-ൽ അദ്ദേഹം വൈദ്യമന്ത്രിയാവുന്നു, 98-ൽ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആവുന്നു, 98 മുതൽ ഇതിപ്പോൾ 2028 ആവാറായി. ഏതാണ്ട് 3 ദശകമായി CPM-ൻ്റെയും ഏതാണ്ട് LDF-ൻ്റെയും രാഷ്ട്രീയം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനാണ്. ഒരു തർക്കവുമില്ല അക്കാര്യത്തിൽ. അദ്ദേഹം ഇടക്കാലത്ത് പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി വെറും പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്ന ഘട്ടത്തിൽ പോലും, അന്ന് കോടിയേരിയായിരുന്നു സംസ്ഥാനത്ത് പാർട്ടി സെക്രട്ടറി, പക്ഷേ എങ്കിൽ പോലും കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് പിണറായി വിജയൻ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു വലിയ എന്താ പറയുക, എല്ലാ കാലത്തും ഒരു 3 ദശകമായിട്ട് അധികാരത്തിൽ മാത്രം ഇരുന്ന ഒരാൾ അദ്ദേഹത്തോട് തിരിച്ച് ആരെങ്കിലും ചോദ്യം ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അസ്വസ്ഥനാകുക എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക, എൻ്റെ അധികാരം ചോദ്യം ചെയ്യാൻ നിങ്ങൾ വരുന്നു എന്നുള്ളൊരു തോന്നലിൻ്റെ ഭാഗം കൂടി ആവാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനിത് ആദ്യം നേരിട്ടത് ഞാൻ പറയാം. 2006-ൽ VS-ന് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടതിന് ശേഷം ജില്ലകളിൽ കലാപമുണ്ടായല്ലോ. 12 ജില്ലാ കമ്മിറ്റികൾ സംസ്ഥാന സമിതിക്ക് കത്തെഴുതി VS-ന് സ്ഥാനാർത്ഥിത്വം നൽകാത്തത് തെറ്റാണ്, അത് തിരിച്ചു നൽകണം എന്ന് പറഞ്ഞുകൊണ്ട്. ഈ കാര്യം വാർത്ത ആയതിന് തൊട്ട് പിറകെ നടന്ന ഒരു സംസ്ഥാന സമിതി യോഗമോ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് ഏതോ ഒരു ബ്രീഫിംഗ്, ഒരു വാർത്താ സമ്മേളനത്തിൽ ഞാനാണ് ചോദിക്കുന്നത്, ഈ 12 ജില്ലാ കമ്മിറ്റികളിൽ നിന്നിങ്ങനെ കത്ത് വന്നിട്ടുണ്ടല്ലോ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി തീരുമാനം തിരുത്തുമോ എന്ന് ചോദിക്കുമ്പം വളരെ അട്ടമൻ്റെ ഒരു മറുപടിയാണ്, നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന്. അതാണ് പിന്നീട് വലിയ പ്രയോഗമായി തീർന്നത്, പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന്. അപ്പോൾ ഇതെല്ലാ കാലത്തും ഉള്ളതാണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നു എന്ന് കാണുമ്പോഴേക്കും എക്സ്ട്രീമായ വാക്കിൽ അടുത്ത ഒരു ചോദ്യത്തിലേക്കോ അടുത്തൊരു വിമർശനത്തിലേക്കോ മറ്റൊരാൾക്ക് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള വളരെ ഇൻറ്റൻഷനലായി ഒരു മറുപടി പറയുക എന്നത്. ഇതെല്ലാം ആണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരായ നമ്മുടെ നേതാക്കൾക്ക് ഒരു സമൂഹം എന്ന നിലയിൽ നാം അനുവദിച്ചു കൊടുക്കേണ്ട ഒരു സ്വാതന്ത്ര്യം എന്ന് മാത്രമേ ഞാൻ അതിനെ കാണുന്നു. റൈറ്റ്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാക്കുകൾ മുൻകാലത്തും വിമർശന വിധേയമായിട്ടുണ്ട്, വലിയ ചർച്ചയായിട്ടുണ്ട്. അദ്ദേഹം മലയാള
പദാവലിയിലേക്ക് വലിയ സംഭാവനകൾ ചെയ്തു എന്ന വിധത്തിൽ പരിഹസിക്കപ്പെട്ടിട്ടുമുണ്ട്. ചില പരാമർശങ്ങളൊക്കെ ഒരു പക്ഷേ അത് കൗതുകത്തിനപ്പുറം ഈ പദാവലിയിലേക്കുള്ള സംഭാവനയായി കാണണം എന്നും എനിക്ക് പലപ്പോഴും തോന്നാറുമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബഷീറിന് ഓർമ്മയുണ്ടാവല്ലോ, അഹങ്കാരത്തിൻ്റെ ഒരു കടുമണി തൂക്കം പോലുമില്ല എന്നൊരു പരാമർശം നാക്ക് വാടക കൊടുക്കുക നാക്ക് വാടകയ്ക്ക് കൊടുക്കരുത് എന്ന് ടി ജെ ചന്ദ്രചൂഡിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ പലതരത്തിലുള്ള പദങ്ങളും പ്രയോഗങ്ങളും മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ മലയാളത്തിന് നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഇത് ഡിസ്കസ് ചെയ്യപ്പെടും എന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള ആളുകൾ തന്നെ ഇത് ചാരുതയുള്ള പദപ്രയോഗമാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രത്യേകിച്ചും ചർച്ച ചെയ്യപ്പെടും. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.